നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് കോവിഡ് കേസുകൾ കൂടിയേക്കുമെന്ന ആരോഗ്യ മന്ത്രാലയം. ഇന്നലെ മാത്രം സ്ഥിരീകരിച്ചത് 628 കേസുകൾ. ബൂസ്റ്റർ ഡോസിൽ ചർച്ച വേണമെന്ന് വിദഗ്ധർ. കേരളത്തിൽ 24 മണിക്കൂറിടെ 32 പേർക്ക് പോസിറ്റീവ്. നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞവരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കേസെടുത്തത് ബേസിൽ, ദേവകുമാർ, ജയ്ദീൻ എന്നിവരുടെ പരാതിയിൽ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്ത കേസിൽ പോലീസുകാരുടെ പേരില്ലെന്ന റിപ്പോർട്ട്. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുന്നു. അപ്പാച്ചിമേട് മുതൽ നടപ്പന്തൽ വരെ നീണ്ട ക്യൂ. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക്. നിലയ്ക്കൽ പമ്പ പാതയിൽ വാഹന നിയന്ത്രണം. തൃശൂർ വെള്ളാഞ്ചിറയിൽ BJP നേതാവിന്റെ നേതൃത്വത്തിൽ വ്യാജ മദ്യനിർമ്മാണം. 15,000 കുപ്പി വ്യാജ വിദേശ മദ്യവും 2,500 ലിറ്റർ സ്പിരിറ്റും പിടികൂടി. വ്യാജ മദ്യനിർമ്മാണം കോഴിഫാമിന്റെ മറവിൽ. 2 പേർ പിടിയിൽ. ഒരു മാസത്തിനു ശേഷം സർവീസ് പുനരാരംഭിച്ച് റോബിൻ ബസ്. പുലർച്ചെ 5-ന് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ടു. 2 ബസ് തടഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ്. ഗാസയിൽ ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേൽ. ഹമാസിനെ ഇല്ലാതാക്കി ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. വ്യോമാക്രമണങ്ങൾക്ക് അയവില്ലെന്ന് ഐക്യരാഷ്ട്രസഭ വിലയിരുത്തൽ. പലസ്തീനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 20,000-ത്തിലധികം പേർ.